ഇന്ന് നാലാമത്തെ ദിവസമല്ലോ, നാലാമത്തെ ദിവസം. നാളത്തെ ദിവസം ഇവിടെ ഉള്ളൂ. ദൈവം നമുക്കിങ്ങനെ ഒരു അവസരം തന്നല്ലോ. സ്ട്രൈക്കിനും സ്തോത്രം. കർത്താവ് അങ്ങനെ ഒരു സ്ട്രൈക്കും ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് സ്ട്രൈക്ക് ഉണ്ടാക്കുന്നത് നല്ലതാണോ? സ്ട്രൈക്കും വേണം, മഴയും വേണം. സോ ദൈവം നമുക്കിങ്ങനെ ഒരു അവസരം തന്നല്ലോ. സോ ചോദ്യങ്ങളുണ്ടെങ്കിൽ 1 കൊരിന്ത്യർ 11:15 പ്രകാരം സ്ത്രീക്ക് മൂടുപടത്തിന് പകരം മുടി നൽകിയിരിക്കുകയാൽ മാനം എന്ന് പറയുന്നു. അതൊന്ന് വിശദീകരിക്കാമോ? അത് വായിച്ച എവിടെ എഴുതിയേക്കുന്നത്? അത് ആ ഭാഗം തന്നെ അങ്ങ് വായിച്ചാൽ മതി. ആ, 11:15. പുരുഷൻ മുടി നീട്ടിയാൽ അത് അവൻ അപമാനമെന്നും സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നു എന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? അതെ, അതിന്റെ മേളിൽ നിന്ന് വായിച്ചേ. സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. നിങ്ങൾ തന്നെ വിധിപ്പിൻ. അല്ലല്ല, അങ്ങനെയല്ല. ഫ്രം വേഴ്സ് 2, നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവമെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. വിഷയം ഇവിടെ എന്തുവാ? തലയെ കവർ ചെയ്യാന്നെങ്കിൽ എന്തുവാ? ഇന്ന് ബേസിക്കലി വരുന്ന പ്രശ്നം, ഇന്ന് സഭയിൽ വിശ്വാസികൾക്ക് വരുന്ന പ്രശ്നം എന്തുവാ? ഈ വചനം അങ്ങനെ തന്നെ ഏറ്റെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. അത് സിംപ്ലി നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ അനുസരണം വഴിയേ പോയിട്ടില്ല. അനുസരണം പറഞ്ഞാൽ എന്തുവാ? വാട്ട് ഡു യു മീൻ ബൈ ഒബീഡിയൻസ്? എന്തോ പറഞ്ഞോ, അതിൻ്റെ അപ്പുറത്ത് ഒരു ചോദ്യം ഇല്ല. ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ പറയുക. ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളോടും പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് പ്രായം 22 ഞാൻ പറഞ്ഞു, നിന്നെ കെട്ടിക്കുവാണെങ്കിലും ഓർത്തോണം, ഞാൻ നിൻ്റെ ഐ എം എ ഫാദർ, ഇതെപ്പോഴും ഓർത്തോണം. എൻ്റെ മോളോട് പറഞ്ഞതാ, മോനാണെങ്കിലും നിൻ്റെ മരണം വരെ ഞാനാരാ? കെട്ടിച്ചു കഴിഞ്ഞ് നിനക്ക് ഭർത്താവ് വന്നാൽ അതിൻ്റെ അർത്ഥം നിൻ്റെ അപ്പൻ ചത്തുപോയി എന്നല്ല, അപ്പനാ, മരണം വരെ വരച്ച വരേന്ന് അങ്ങോട്ട് പോയേക്കല്ലേ. ഇത് ഞാനൊരു പിതാവ് ആകുമ്പോൾ എൻ്റെ മക്കളോട് അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ, ഈ പുസ്തകം നമ്മുടെ കയ്യിൽ തന്നേക്കുന്നത് ആരാ? പിതാവാ. അനുസരണം പറഞ്ഞാൽ എന്തുവാ? എന്തുവാ എഴുതിയേക്കുന്നേ? അതിൽ നിന്ന് നമ്മൾ വായിച്ചായിരുന്നു, ഒരു പുള്ളിയും എന്തോ ചെയ്യില്ല. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഇൻ്റർപ്രിട്ടേഷൻസൊക്കെ ഇഷ്ടം പോലെ. ഇത് വീഞ്ഞ ഉണ്ടാക്കി കുടിക്കുന്നത്. കാരണം കർത്താവ് എന്തോ ഉണ്ടാക്കി? നീ കുടിച്ചോ, വയറ് നിറച്ച് കുടിച്ചോന്നേ. കള്ളു കുടിച്ചോ, ഞങ്ങൾക്ക് എന്താ? ഞങ്ങളുടെ കരളല്ലല്ലോ ആശുവാന്നെ, ആരുടെ? അതുകൊണ്ട് പറയുന്നുണ്ട്, ബൈബിളിൽ എഴുതിയിട്ടുണ്ട് സിഗരറ്റ് വലിക്കാൻ പാടില്ല, ഡൈ ചെയ്യാൻ പാടില്ല. ഇതൊന്നും എഴുതിയിട്ടില്ലെന്നേ. ആ കള്ളൻ സ്നാനപ്പെട്ടില്ല, നല്ല കാര്യം, നീ പെടണ്ടെന്നേ. ക്രിസ്തുവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുന്നവൻ അവൻ്റെ ജീവിതത്തിൽ എന്തോ വേണം? നമ്പർ 1 അനുസരണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയല്ല. അതാ അനുസരണം. ഇന്ന് ചിലർ പറയുന്നത്, ഞങ്ങൾക്ക് ചെവിയിൽ
ഒന്ന് ഇട്ടോട്ടെ. ഒന്നല്ല 10 ഇട്ടോന്നേ. ആഭരണം ഇടുന്ന തെറ്റാന്നോ? ആഭരണം ഇടുന്ന പാപമാണോ? പറഞ്ഞാട്ടെ. ആഭരണം ഇടുന്നത് പാപമാണോ? ആ. കള്ളു കുടിക്കുന്നത് പാപമാണോ? രാവിലെ കുറെ കോൺട്രവേഴ്ഷ്യൽ വാക്കുകൾ ഞാൻ പറയും, ശ്രദ്ധയോടെ കേട്ടോണം. കള്ളു കുടിക്കുന്നത് പാപമാണോ? ആ, മലയാളം അല്ലയോ ഞാൻ സംസാരിക്കുന്നത്? ഭാഷ മലയാളം തന്നെ ഇല്ലയോ? ആ, പറഞ്ഞാട്ടെ. വ്യഭിചാരം ചെയ്യുന്ന പാപമാണോ? ഇന്ന് നല്ലപോലെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ലെറ്റ്സ് ബി വെരി ക്ലിയർ. ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാത്തത് അതിൻ്റെ പുറയുള്ള കാരണം തല്ല് കിട്ടുമെന്ന് ഓർത്തോണ്ടാ ചെയ്യാത്തത്. ചെയ്യാൻ ആഗ്രഹം ഉണ്ട്. ചെയ്യാത്തതിൻ്റെ കാരണം തല്ല് കിട്ടുമെന്ന്. അതല്ല അനുസരണം. ഒരു വീണ്ടും ജന്മത്തിൻ്റെ അനുഭവമുള്ള വ്യക്തി തല്ല് കിട്ടുമെന്നുള്ളതുകൊണ്ടല്ല ഇത് ചെയ്യാത്തത്. അവൻ ഇത് ചെയ്യാൻ മനസ്സേ ഇല്ല. രണ്ടിൽ വ്യത്യാസമുണ്ടോ? ഇത് ദൈവത്തിൻ്റെ അടി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ വ്യഭിചാരം ചെയ്യാത്തത്. മനസ്സിലാകുന്നുണ്ടല്ലോ ഡിഫറൻസ്. ഞാൻ കള്ളു കുടിക്കാത്തത് വേദപുസ്തകത്തിൽ എഴുതിയോണ്ടല്ല, എഴുതാത്തോണ്ടല്ല. അത് ചെയ്യാൻ എന്തോ ഇല്ല, അകത്തെന്തോ ഇല്ല, മനസ്സേ വരികയില്ലെന്നല്ലോ. നമ്മുടെ വിശുദ്ധിയെ ഒന്ന് പരീക്ഷിക്കണമെങ്കിൽ 44ൻ്റെ ഭാര്യ ഒന്ന് തൊട്ടാൽ മനസ്സിലാവും. നമ്മൾ ക്രിസ്തുവിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചത്. ദൈവം നമ്മളെ നടത്തുന്നത് ഞാൻ നിന്നെ തല്ലും എന്ന് പറഞ്ഞുകൊണ്ടല്ല. നീ ഞാൻ ആരാന്ന് മനസ്സിലായിട്ടാണോ, ആ സ്നേഹബന്ധത്തിലാണോ നീ നടക്കുന്നത്? സോ മാനസാന്തരത്തിൻ്റെ അനുഭവം പ്രാപിച്ച വ്യക്തിക്ക് പിന്നെ ഇങ്ങനെ തലേ തുണി ഇടണോ? വേണ്ടായോ? പകുതി ഇട്ടാൽ മതിയോ? വചനത്തിൽ എഴുതിയത് അങ്ങനെ തന്നെ ഒന്ന് അനുസരിക്കാമോ? ഇന്ന് അമേരിക്കയിലും കാനഡയിലും ലോകം മുഴുവൻ ഇന്ന് സഹോദരിമാർക്ക് വന്നേക്കുന്ന പ്രശ്നം എന്തുവാ? തലയിൽ എന്തുവല്ല, അതങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതിൽ വേറെ ഒരു വിഷയമുണ്ട്. കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ നിന്നെ അനുസരിച്ച് കൊള്ളാമെന്നും അവർ ആ വാക്ക് പറയില്ല. പാസ്റ്റർമാർ കല്യാണം അമേരിക്കയിലും നടത്തുമ്പോഴൊക്കെ അവർ വാക്ക് മാറ്റിയിരിക്കുക. അവർ ഈക്വാലിറ്റി പറഞ്ഞ ഒരു വിഷയം വന്നിട്ടുണ്ട്. എനിക്ക് നിന്നെ അനുസരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല, ഒരു അനുസരണം വേണ്ട. സോ ഇവിടെ വചനത്തിൽ കഴിഞ്ഞ ദിവസം കാണിച്ചത് ആ വിഷയം, പുരുഷൻ എന്താ മൂടാത്തത്? എന്താ? അത് കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നല്ലോ. ആ വായിച്ച അതിൻ്റെ താഴെ ചിലരില്ലായിരിക്കും, അവർക്ക് വേണ്ടി. 7-ാം വാക്യം, പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകിയാൽ. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകിയാൽ മൂടുപടം ഇടേണ്ടതല്ല. സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. അതിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ എല്ലാവരും നല്ലപോലെ മനസ്സിലാക്കണം. ഇന്ന് ഉണ്ടോ? ചുമ്മാ ആർക്കെങ്കിലും ഉണ്ടോ? കൊയ്യൊക്കെ താങ്ക് യു. ആർക്കെങ്കിലും ഒന്ന് വന്ന് നിൽക്കാവോ? സഹോദരൻ നിൽക്കാവോ? പിള്ളേരല്ല, മോൻ വന്നേ. ഒരു സഹോദരിയും വന്നേ. ജസ്റ്റ് ഇവിടെ വന്ന് ഞാൻ അന്ന് കാണിച്ചതാ, ചിലറില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെയും കാണിക്കുക. ഈ തലേ തുണി ഇടുന്നതിൻ്റെ പുറയുള്ള പ്രിൻസിപ്പിളിന് എന്തുവാ? തത്വം മനസ്സിലാക്കണം. നമ്മൾ തണെ തുണി ഇട്ടില്ലെങ്കിൽ ദൈവത്തിന് ഒരു പ്രശ്നമില്ല. നമ്മൾ ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ദൈവം നമ്മളല്ല ദൈവത്തെ ദൈവമാക്കിയത്. നമ്മൾ ദൈവവചനം അനുസരിച്ചോ ഇല്ലയോ, ദൈവത്തിൻ്റെ ദൈവത്വത്തിനെ അത് ബാധിക്കത്തില്ല. അനുസരണം ഉണ്ടോ ഇല്ലയോ, സ്വർഗത്തിൽ ആരും പോയില്ലെങ്കിലും അതൊരു വലിയ വിഷയമല്ല. ദൈവം എങ്ങനെയെങ്കിലും ആൾക്കാരെ ഇവിടെ നിന്ന് പിടിച്ച് നരകത്തിൽ നിന്ന് പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ശ്രമമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മനുഷ്യന് തീരുമാനിക്കാനുള്ള കഴിവ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ആ കഴിവില്ലായിരുന്നെങ്കിൽ എല്ലാവരും മര്യാദയ്ക്ക് എവിടെ എത്തിയേനെ?
സ്വർഗത്തിൽ എത്തിയെന്ന്. സാത്താനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സോ ഇവിടുത്തെ വിഷയം ദൈവത്തിൻ്റെ ആ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. എക്സാമ്പിൾ, ഞാൻ ദൈവമല്ല, പക്ഷേ പറഞ്ഞു തരാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ. എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഓർത്തോണം, പുരുഷനാരാ? ഭർത്താവല്ല, എഴുതിയേക്കുന്ന വാക്കേതാ? പുരുഷനാരാ? ദൈവത്തിൻ്റെ പ്രതിമയും ഇത് എൻ്റെ പ്രതിമയും തേജസ്സാ. എൻ്റെ ഇതിനെ മൂടി വയ്ക്കല്ലേ. ഇതെന്തുവാ? പുരുഷനല്ല, ഇതെൻ്റെ പ്രതിമയും തേജസ്സാ. മൂടല്ലേ. എൻ്റെ സന്നിധിയിൽ എൻ്റെ തേജസ്സിനെ എന്തോ ചെയ്യല്ലേ? മൂടല്ലേ. അടുത്ത് പുരുഷന്റെ തേജസ് ആകുന്നു. എന്തോ എഴുതിയേക്കുന്നേ? ഇതേതാ? എൻ്റെ തേജസ് അല്ല, ആരുടെയാ? അതുകൊണ്ട് എന്തോ ചെയ്തോണം? എൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നിന്റെ തേജസ് വെളിപ്പെടുത്തിയാൽ നീ വിവരം അറിയും. ദൂതന്മാരുണ്ട് ഇവിടെ. അതിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാകുന്നുണ്ടല്ലോ. എൻ്റെ സാന്നിധ്യത്തിൽ നിന്റെ തേജസ്സിനെ വെളിപ്പെടുത്താൻ നിനക്ക് ഒരു അവകാശവും ഇല്ല. ആ ദൈവത്തിൻ്റെ ആ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ചടങ്ങല്ല, ഇത് പ്രിൻസിപ്പിൾ മനസ്സിലാക്കി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ്. വേണമെങ്കിൽ അനുസരിക്കുക, വേണ്ടെങ്കിൽ അനുഭവിച്ചോളും. ഞങ്ങൾക്ക് വന്ന് പുറേ നടന്ന എല്ലാവരുടെ തലേ തുണി ഇടാൻ ഞങ്ങളെ കൊണ്ടൊക്കത്തില്ല. തക്ക സമയത്ത് ദൈവം അതിന് വേണ്ടിയത് തരും, അനുഭവിച്ചോണം. പ്രിൻസിപ്പിൾ മനസ്സിലായല്ലോ. ഇരിക്കാം രണ്ടുപേരും. ഇത് സോ ഇന്ന് അമേരിക്കയിലും ബാക്കിയെല്ലാം ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾക്കിത് വേണ്ട. അവരുടെ വേ ഓഫ് തിങ്കിങ് അങ്ങനെ. പക്ഷെ ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ, പ്രാർത്ഥന ഇരിക്കുമ്പോൾ എന്തോ ചെയ്തോണം? കർശനമായി അങ്ങനെ ചെയ്യുന്നത്. അമേരിക്കയിലൊക്കെ ചെന്നിപ്പം പഠിപ്പിക്കുമ്പോൾ കുറേ പ്രയാസം വെള്ളക്കാർക്ക് അത്രയും പ്രയാസമില്ല. ഈ നാട്ടിൽ നിന്ന് പോയ കുറേ, അതിന് പറയുന്നേ, ഇവിടുന്ന് പോയ കുറേ വെള്ളക്കാർക്കാ പ്രയാസം. ഇവിടുന്ന് പോയ വെള്ളക്കാർക്കാ പ്രയാസം. അവിടുത്തെ വെള്ളക്കാരന് ഇത്ര പ്രയാസമൊന്നുമില്ല, പറഞ്ഞ അന്നേരം അനുസരണമുണ്ട്. പക്ഷെ ഇവിടുന്ന് ഇത്രയും വർഷം തലേ തുണി ഇട്ടവർക്കാ ഇനിയും അവിടെ ചെന്നപ്പൻ അവൻ പിന്നെ എന്തോ ആവും, അമേരിക്കൻ അങ്ങ് ആകും. പിന്നെ അവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ സായിപ്പുമാർ. അവർക്കായി ഇത് പ്രയാസം. പക്ഷെ നമ്മുടെ പ്രിൻസിപ്പിൾ, പിതാവ് എന്തോ പറഞ്ഞോ അതിൽ ചേർക്കാനും പാടില്ല, കുറയ്ക്കാനും. കുറച്ചാൽ കിട്ടിക്കോളും. ഞങ്ങൾക്കൊരു വിഷയമില്ല. ഞങ്ങളുടെ ഉത്തരവാദിത്തം വചനം പഠിപ്പിക്കുക. നെക്സ്റ്റ് 2 കൊരിന്ത്യർ 5:17 പ്രകാരം ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയും പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. എന്നാൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് തൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഭൂതോപദ്രവത്താൽ ശരീരത്തിൽ ഉണ്ടായ പ്രയാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. വചനത്തിൽ എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു പറയുന്നു. ഇതൊന്ന് വിശദീകരിക്കാമോ? ഭൂതത്തിന്റെ എന്തുണ്ടാകുന്നുണ്ട്? ആ പ്രയാസങ്ങള് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ടോ? സിമ്പിൾ ഒരു എക്സാമ്പിൾ. അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. എൻ്റെ പോക്കറ്റിൽ കുറേ ചത്ത മീൻ, അളിഞ്ഞ മീൻ വെച്ചുകൊണ്ട് ഞാൻ നടന്ന ഈ തൃശ്ശൂരിലെ എല്ലാ പട്ടികൾ ഇവിടെ കാണും. അവർ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല വന്നേക്കുന്നത്, അവർക്ക് ഏതാണ്ട് മണമുണ്ട്. ഈ മാനസാന്തരപ്പെട്ട് മുങ്ങിയിട്ട് പരിശുദ്ധാത്മ നിറവ് എല്ലാം പ്രാപിച്ച് പിന്നെ ഭൂതത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതാണ്ടുണ്ട്. വന്ന പരിശുദ്ധാത്മാവിൻ്റെ പുറത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാ. ഇത് പരിശുദ്ധാത്മാവ് തന്നെയാണോ അതോ വേറെ ഏതാണ്ടോന്നോ വന്ന് കയറിയേക്കുന്നത്? ഇന്ന് സഭയിൽ ഒത്തിരി അന്യഭാഷയുണ്ടെന്നേ. 3 ഉണ്ട്. ശരിയായിട്ടുള്ളത്, കാണാപ്പാടം പഠിച്ചതും ഭൂതങ്ങളും പറയുന്നത്. ഇത് 3 ഉണ്ട്. ഒരു വ്യക്തിയിൽ പരിശുദ്ധ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെന്ന് നിയന്ത്രണം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം അന്യഭാഷ മാത്രമല്ല. ഈ അന്യഭാഷ ശരിയായിട്ടുള്ള അന്യഭാഷയാണെന്ന് അതിൻ്റെ അടയാളം 4 കാര്യങ്ങളാണ്.
ഈ 4 ഉണ്ടെങ്കിൽ മാത്രമേ പറയുന്ന അന്യഭാഷ പരിശുദ്ധാത്മാവാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. ആ 4 ഏതൊക്കെയാ? നമ്പർ 1 പറഞ്ഞാട്ടെ, വിശുദ്ധിക്ക് വേണ്ടി ഒരു വാഞ്ച കാണും, ഒരു കോംപ്രമൈസും ഇല്ല. വിശുദ്ധനായ ദൈവത്തിൽ അകത്ത് വസിക്കുമ്പോൾ അന്യഭാഷ പറയുന്ന ആ വ്യക്തിയുടെ അകത്തുള്ള വാഞ്ച എന്തുവാ? എൻ്റെ ജീവിതത്തിലും എന്തോ വേണം? ജീവിത വിശുദ്ധി. നമ്പർ 1. നമ്പർ 2, ദൈവത്തെ അവൻ സ്നേഹിക്കും. സ്വന്തത്തെ അല്ല, ദൈവത്തെ സ്നേഹിക്കും. നമ്പർ 3, വചനത്തിനു വേണ്ടി ആ ദാഹം കാണും. വചനത്തിനു വേണ്ടി ദാഹം കാണുന്നേ. 4, നശിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഭാരവും കാണും. ഈ 4 ഉണ്ടെങ്കിൽ മാത്രമേ പറയുന്ന അന്യഭാഷ പരിശുദ്ധാത്മാവാണ്. അല്ലെങ്കിൽ കാണാപ്പാഠം പഠിച്ചു വെച്ച് അല്ലെങ്കിൽ ഭൂതം പറയുക, ദൈവാത്മാവല്ല. പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാ. ദൈവത്തിൻ്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ് ആരാ? ദൈവം തന്നെ. ദൈവം വന്ന് വസിക്കുന്ന ഒരു ആലയത്തിൽ ഈ ഭൂതത്തിന് വന്ന് ശല്യം ചെയ്യാൻ കഴിയുമോ? ഏത് ഭൂതമാണ്? സാത്താന് പോലും വന്ന് അടുത്ത് നിൽക്കാൻ ഒക്കത്തില്ലെന്നേ. ദൈവം അനുവദിച്ചാൽ മാത്രമേ ഈ യോഗത്തില്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തില് ഭൂതങ്ങൾക്ക് വന്ന് കളിക്കാൻ ഒക്കുവോ? ദൈവസന്നിധിയിൽ ഭൂതങ്ങൾക്ക് വന്ന് കളിക്കാമെങ്കിൽ പിന്നെ നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂതത്തെ ആരാധിച്ചാൽ മതി. സർവശക്തനാ. സർവശക്തന്റെ സന്നിധിയിൽ ഇതൊക്കെ വരണമെങ്കിൽ അനുവാദം ആര് കൊടുക്കണം? ദൈവം കൊടുക്കണമെന്നേ. ഇത് ദൈവാലയമാ. ഇതിൽ ഭൂതങ്ങൾ വന്ന് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ജീവിത വിശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മിക്കവാറും ഞങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ഇതൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ സമയം വ്യർത്ഥമാക്കണ്ട, പ്ലീസ് തന്നെ താൻ പോയി ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. നിന്റെ അകത്ത് ഇതെങ്ങനെ വന്ന് കയറി ആദ്യമേ അതൊന്ന് പറഞ്ഞെത്താ. ഇത് എവിടുന്ന് വന്ന് കയറിയതാ? നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ട ഈ വിഷയം, ഇത് ദൈവാലയമാണ്. സാത്താനിനെ തൊട്ട് കളിക്കാൻ. നെക്സ്റ്റ്, ഒരു വ്യക്തി സ്നാനപ്പെട്ടത് പാസ്റ്റർ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ്. അങ്ങനെ ആരാധനയ്ക്ക് സാക്ഷ്യത്തിനുള്ള സമയത്ത് ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് നിർബന്ധപൂർവം പറയേണ്ടി വന്നു. അതിനുശേഷം വചനത്തെക്കുറിച്ച് അല്പം പോലും മനസ്സിലാകുകയോ ചെയ്യാതെ സ്നാനപ്പെട്ടു. ആ സ്നാനം ശരിയാണോ? അതെങ്ങനെ സ്നാനം ശരിയെന്ന് പറയാം? ജസ്റ്റ് ഒരു എക്സാമ്പിൾ. എങ്ങനെ പറയാം? ഒന്നുകൂടെ വായിച്ച ആ ക്വസ്റ്റ്യൻ. അതിൽ പറഞ്ഞേക്കുന്നത് എന്തുവാ? ക്വസ്റ്റ്യൻ തന്നെ എന്തുവാ? ഒരു വ്യക്തി സ്നാനപ്പെട്ടത് പാസ്റ്റർ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ്. ആര് പറഞ്ഞപ്പോഴാ? പിന്നെ ആ ചോദ്യത്തിന് വല്ല ആവശ്യമുണ്ടോ? പിന്നെ ഈ ചോദ്യത്തിന് വല്ല വിലയുണ്ടോ? ആര് പറഞ്ഞുകൊണ്ടാ രക്ഷിക്കപ്പെട്ടത്? പാസ്റ്റർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ? അതിൻ്റെ അർത്ഥം ഈ വ്യക്തി മാനസാന്തരപ്പെട്ടതുപോലും അല്ല. സ്നാനം വിട്. പാസ്റ്റർ പറഞ്ഞോണ്ടാ. ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് തന്നെ എന്തോ കാണും? ആ ഒരു ബോധ്യം കാണും. യെസ്, നെക്സ്റ്റ്. രണ്ടാം സ്നാനം കഴിച്ചാൽ അതിൻ്റെ മുമ്പുള്ള പാപം ദൈവം പോക്കുമോ? രണ്ടാം സ്നാനം അത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സ്നാനം എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. ഇത് സീക്വൻസ് വൈസ് 1, 2, 3 കുംഭമേള അല്ല. സ്നാനം ഇന്നലെ പറഞ്ഞപ്പോൾ സ്നാനപ്പെടുന്ന ഒരു വ്യക്തിക്ക് പാസ്റ്റർ പറയുന്നുണ്ടല്ല. ആരും തടസ്സം നിന്നാലും ആ വ്യക്തി എന്തോ ചെയ്യും? ജലത്തിൽ ഇറങ്ങി സ്നാനപ്പെടും. ഇത് പാസ്റ്റർ പറയുന്നുണ്ടല്ല, അകത്തൊരു പ്രവർത്തനം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. നെക്സ്റ്റ്, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം ജോഷുവയുടെ വാക്ക് അനുസരിച്ചില്ലേ? അതെ, ജോഷുവയുടെ വാക്ക് എവിടെ അനുസരിച്ചേ? ഭക്തന്റെ ആഗ്രഹങ്ങളിൽ ദൈവം തീർച്ചയായിട്ടും
പക്ഷേ ആ ആഗ്രഹം ആരുടെ ഹിതം അനുസരിച്ചായിരിക്കണം? ദൈവഹിതം അനുസരിച്ചായിരിക്കണം. ഭക്തന്റെ ആഗ്രഹം പിന്നെ ദൈവഹിതമാ. അതാ ഭക്തന്റെ ആഗ്രഹം. അവന് പിന്നെ സ്വന്തമായ ഒരു ഹിതം ഇല്ല. അവൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാ, സ്വയത്തിന് വേണ്ടി അല്ല ജീവിക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ യോശുവ മാത്രമല്ല, മോശ, നമ്മൾ പറയുന്ന പോലെ ആര് ചെയ്യും? ഏലിയ യാഗപീഠം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് എന്തോ ഒഴിച്ചു? വെള്ളം ഒഴിച്ചു. സ്നേഹിതനാ, പറയുന്ന പോലെ ചെയ്യും. പക്ഷെ പറയുന്ന വിഷയം അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന്, നമ്മുടെ നാമത്തിന് വേണ്ടി അല്ലായിരിക്കണം. കൃത്യമായി പറയുന്ന പോലെ തന്നെ ചെയ്യും. സൂര്യനല്ല നിന്നത്. ആരാ നിന്നത്? യോശുവയുടെ സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, സൂര്യൻ എന്തോ ചെയ്തു? സൂര്യൻ നിൽക്കുമോ? ആരാ നിന്നത്? പറഞ്ഞാട്ട് ആരാ നിന്നത്? പറഞ്ഞേ. നമ്മൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തുവാ? സൂര്യൻ ഉദിക്കും, സൂര്യൻ ഈ സംഗതി അസ്തമിക്കുമോ? സൺസെറ്റ് ഉണ്ടോ? അത് പോയട്രി ഭാഷയല്ല സൺസെറ്റ് പറയുന്നത്. പക്ഷേ ഈ സാധനം ഒരിക്കലും ഇത് അസ്തമിച്ചോ നമ്മളെല്ലാം പോയതാ. സൂര്യൻ ഒരിക്കലും അസ്തമിക്കത്തില്ല. ഭൂമി കറങ്ങുന്നോണ്ട് നമുക്കത് കാണാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്തുവാ? അസ്തമിച്ചു. സൂര്യനല്ല നിന്നത് ആരാ? സഡൻ ബ്രേക്ക് അടിച്ചത് എവിടാ? ഈ ഭൂമിക്കാ. കാരണം ദൈവഹിതപ്രകാരമാണ്. നമ്മളും ദൈവഹിതപ്രകാരം നടന്നാൽ ദൈവം തുറക്കുന്ന വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം അടച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ മക്കളെ നോക്കിയാൽ മതി, ദൈവത്തിൻ്റെ പ്രവൃത്തി. നെക്സ്റ്റ്. ആത്മഹത്യ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ദൈവം അയാളുടെ ഇഷ്ടം സാധിപ്പിക്കുന്നത്? ദൈവം അദ്ദേഹത്തിൻ്റെ ഇഷ്ടം സാധിപ്പിച്ചതല്ല. ആശുപത്രി പോയി നോക്കിയ ആത്മഹത്യ വാർഡ് പറഞ്ഞ ഒരു വാർഡ് കാണുമല്ലോ. ഇവിടെ ഞങ്ങൾക്ക് ഭോപ്പാലിലുണ്ട്. അവിടെ കുറേ എണ്ണം കിടപ്പുണ്ട്. ചിലർ മണ്ണെണ്ണ ഒഴിച്ചതാ, ചിലർ ആസിഡ് കുടിച്ചതാ, ചിലർ ട്രെയിനിൻ്റെ മുമ്പേ ചാടിയതാ, ചിലരൊക്കെ കഴുത്തയിലൊക്കെ കെട്ടിയിട്ട് തൂങ്ങിയ. പക്ഷേ പോകാനാ ശ്രമിച്ചത്, പോകാനൊത്തില്ല. ഞാൻ കാനഡയിൽ വാങ്കൂവറിലുള്ളപ്പോഴാണ് അന്ന് പേപ്പറിൽ വന്ന ഒരു വിഷയം. വലിയ ബിസിനസ്സുകാരനാണ്, പേപ്പറിലുള്ള ഫോട്ടോ. അദ്ദേഹം പാലത്തിൽ നിന്ന് ചാടിയതാ. ഒരു പാലത്തിൻ്റെ ഒരു ബാർ പുള്ളിക്കാരൻ്റെ ഷർട്ടേ കുടുങ്ങി. പുള്ളിക്കാൻ ഇങ്ങനെ തൂങ്ങി കിടക്കുക, താഴെ സമുദ്രം, ഇങ്ങനെ തൂങ്ങി കിടക്കുക. പേപ്പറിൽ വലിയ അക്ഷരത്തിൽ ഫോട്ടോ കാണാം, വലിയ പടം കാണാം. കാരണം ചാകാൻ വേണ്ടി ചാടിയതാ. ഫൈനലി ഫയർ ബ്രിഗേഡ് വന്ന് പുള്ളിക്കാരനെ, ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് മുമ്പേ ആർക്കും പോവാനൊക്കത്തില്ല. കാരണം സ്വന്തമേ വന്നതല്ല, സ്വന്തമേ ഇവിടുന്ന് പോകാനും കഴിയത്തില്ല. ആത്മഹത്യ ചെയ്യുമ്പോൾ അഡ്വാൻസ് അല്ല, ആ കൃത്യസമയത്തിനാണ് പോയത്. സമയം വരാത്തതുകൊണ്ടാണ് കുറേ എണ്ണം ആത്മഹത്യ ഓടി കിടക്കുന്നത്. പോകാൻ ശ്രമിച്ചതാ, പക്ഷെ അഡ്വാൻസ് ആയി പോയി. അതുകൊണ്ട് അവിടെ ഇരിക്കുക. ഞങ്ങൾക്ക് ഇപ്പോഴും അറിയാം. ഞാൻ ഒരു പ്രാവശ്യം ഭോപ്പാലിൽ നിന്ന് റായ്പൂരിലേക്ക് പോവുക. ഭിലായി സ്റ്റേഷനിൽ നിന്ന് ഞാൻ ജനറലാണ്, എൻജിൻ കഴിഞ്ഞ അടുത്ത കോച്ചാണ്. ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പേ കണ്ടതാണ്. ഒരു പ്രായമുള്ള ഒരു വ്യക്തി ഭിലായി സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ നീങ്ങാൻ തുടങ്ങിയതേ ഉള്ളൂ. പ്രായമുള്ള ഒരു വ്യക്തി ഓടി വരിക, കാറേൽ മാരുതി. ഇപ്പോഴും ആ ദൃശ്യമുണ്ട്. ആ ലെവൽ ക്രോസിങ്ങിൽ വന്നു, കാർ നിർത്തി, വാതിൽ തുറന്നു, വാതിൽ അടച്ചു പോലും ഇല്ല, ചാടി വെളിയിൽ വന്നു. ട്രെയിൻ ഒരു ജെർക്ക് അടിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജനലിൽ നിന്ന് വെളിയിൽ നോക്കുമ്പോൾ ആശാൻ അവിടെ ഇരിപ്പുണ്ട്, കാല് രണ്ടും ഇല്ല, ഇങ്ങനെ ഇരിക്കുക. കാരണം കാൽ വെട്ടിയ ആ നിമിഷം തന്നെ വേദന ഉണ്ടാകത്തില്ല, കുറേ നേരം ഇങ്ങനെ ഇരിക്കുക. കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ വേദന തുടങ്ങുന്നത്. ഇയാൾ അവിടെ ഇരിപ്പുണ്ട്, എന്തോ ഇല്ല, കാറും ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്.
അതിൽ നിന്ന് മനസ്സിലാക്കണം, ഷുഗർ വന്നോട്ടെ, പ്രഷർ വന്നോട്ടെ, ക്യാൻസർ വന്നോട്ടെ, ദൈവം ഡിപ്പാർച്ചറിൻ്റെ ഒരു സമയം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പേ ഒന്നും സംഭവിക്കത്തില്ല. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും. ഇത് അച്ചായന്മാരുണ്ടല്ലോ, കള്ളു കുടിച്ച അച്ചായന്മാർ ഉണ്ടല്ലോ, എത്ര ലിറ്റർ കുടിച്ചേക്കുക, വല്ലതും അറിയാവോ? എത്ര ലിറ്റർ കുടിച്ചതാ? അകത്ത് വല്ലതും ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതാണോ? ഇനി ആ വണ്ടി, തകർന്ന വണ്ടി എങ്ങനെ സ്പീഡ് സ്ലോ ആകത്തേ ഉള്ളൂ. പക്ഷെ പോണ്ടിയ ദിവസമേ പോവുകയുള്ളൂ. സ്പീഡ് സ്ലോ ആകും. അതിൻ്റെ മുമ്പേ ആർക്കും ഈ അകാല മരണം, അങ്ങനെ ചിലരുണ്ട് പറയുന്നത്, അകാല മരണം. അങ്ങനത്തെ മരണം ഇല്ല. കാരണം ആരും സ്വയമേ വന്നതല്ല. നമ്മൾ നല്ലപോലെ മനസ്സിലാക്കട്ടെ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആരിസോണ പോയപ്പം ഒരു കുടുംബത്തെ കണ്ടു. മലയാളീസാ, കുവൈറ്റിലായിരുന്നു. അവിടുന്ന് ജോലി വിട്ടിട്ട് അവർ അമേരിക്ക പോയി, ആരിസോണ പോയി. പൈസ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ നേഴ്സിൻ്റെ ജോലിയാണ് സഹോദരിക്ക്. പ്രായം ഒരു 40 കാണത്തില്ല. ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു തലവേദന വന്നപ്പം ജസ്റ്റ് അവരോട് പറഞ്ഞു, എനിക്കൊരു തലവേദന വന്നുകൊണ്ട് അവർ സ്ട്രെച്ചറി ഇരുത്തി ആശുപത്രിയിലായിരുന്നു. എമർജൻസി കൊണ്ടുപോകുമ്പോഴാണ് തല ചാഞ്ഞ. ഇന്നിപ്പം 5-6 വർഷമായി ആള് പോയിട്ടില്ല, കോമയില. നമ്മൾ ആ കട്ടിലിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് എന്തോ സംസാരിക്കാൻ കഴിയും. പക്ഷേ ഒരു ഭർത്താവ് ഭാര്യയെ ഇത്രയും സ്നേഹിക്കുമോ? ആ സഹോദരനെ കണ്ടാൽ, മാൻ, സ്വന്തം ഭാര്യയെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. 5 വർഷമായി സ്വന്തം ബെഡിൻ്റെ അടുത്ത ബെഡിലായി സഹോദരി, കോമയില. നമുക്ക് എന്ത് പറയാൻ ഒക്കുന്നേ? ആൾ പോയിട്ടില്ല. ദൈവം ഒരു പദ്ധതി വെച്ച് ആ വ്യക്തിയെ ഇപ്പോഴും വെച്ചേക്കുക. ആ ഭർത്താവ് എങ്ങും പോകുന്നില്ല, സഹോദരിയുടെ അടുത്ത് തന്നെയാണ്. ഞാനായിരുന്നെങ്കിൽ ഞാൻ 1 വർഷം ആകുമ്പോഴേ ഞാൻ മടുത്തേനെ. ഐ എം ടെല്ലിങ് എ ഫാക്ട്. ഇറ്റ്സ് നോട്ട് ഈസി. നമ്മുടെ പാസ്റ്ററുടെ മോനും അല്ലേ, എത്ര വർഷം കഴിഞ്ഞിട്ടാ? എത്ര പാസ്റ്റർ? 20 വർഷം. മാൻ, നമ്മുടെ മുമ്പേ ഇരിക്കുന്ന പാസ്റ്റർ 20 വർഷം. നമുക്ക് പറയുന്നത് എളുപ്പമാണ്, പക്ഷെ അതിൽ നിന്ന് പോകുന്ന വ്യക്തിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ദുഃഖം, വേദനയുള്ള എന്തുവാ? ആ സഹോദരൻ ആ വീട്ടിൽ ചെന്നാൽ ഇന്നും ചിരിച്ചുകൊണ്ട് നമ്മളെ അകത്ത് സ്വീകരിക്കുന്നേ. അന്നേരം പുള്ളിക്കാൻ പറഞ്ഞേ, പാസ്റ്ററെ, ഈ പാസ്റ്റർമാരെയൊക്കെ കണ്ടു മടുത്തു. കാരണം ആദ്യമേ കയറി വരുമ്പോൾ പറയും സൗഖ്യം. ആ സൗഖ്യം കിട്ടാതെ വരുമ്പോൾ പിന്നെ എന്തുവാ? ശാപം. എന്തെങ്കിലും പറയണ്ട, ശാപമാ. അല്ലെങ്കിൽ സഹോദരന് വിശ്വാസമില്ല, അല്ലെങ്കിൽ സഹോദരൻ മുങ്ങ്. ഇതെല്ലാം ജയിപ്പിക്കും. പിന്നെ ഒന്നും നടക്കാതെ വരുമ്പോൾ പിന്നെ അഡ്രസ്സും കാണത്തില്ല. അതേ ഇന്നും വിശ്വാസത്തിലുണ്ട് ആ സഹോദരൻ. ഞാൻ പറയുന്ന വിഷയം, ചിലരെ ദൈവം അങ്ങനെ വെച്ചേക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അവർ പോയാൽ നന്നായിരുന്നു. നോ, ദൈവം ഒരു പദ്ധതി വെച്ച ആ വ്യക്തിയെ എന്നും വെച്ചേക്കുന്നത്. സോ ആർക്കും മുമ്പേ പോകാൻ കഴിയില്ല. ഇനിയും ക്വസ്റ്റ്യൻസ്? സോ നമ്മൾ ഇന്നത്തെ ദിവസം, നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ് കഴിയും. സോ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡോക്ടറിനൽ സീരിയസ് ഇഷ്യൂസാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച ആ വിഷയത്തിൽ തന്നെ നമുക്ക് തിരിഞ്ഞു വരാം. ദൈവത്തിൻ്റെ നാമം നമ്മൾ ഇന്നലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ക്രിസ്തു, ദ നെയിംസ്. നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ച ആ വേർഡ് കർത്താവ്, റൈറ്റ്? ആ വാക്യമില്ലേ എടുത്ത്? റോമൻസ് 10:9 ഒന്നുകൂടെ വായിച്ച്. റോമർ 10:9. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, സീരിയസ് ആയി ഞങ്ങളുടെ ഉപദേശത്തിൻ്റെ ആ ബേസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ
നിൻ്റെ ദൈവത്വത്തിൻ്റെ വിഷയം, കർത്താവേ ഞങ്ങൾ മനുഷ്യരാ, ഞങ്ങൾക്ക് നിൻ്റെ ദൈവത്വത്തെ സ്വന്തമേ മനസ്സിലാക്കാൻ കഴിയത്തില്ല പിതാവേ, നീ തന്നെ വെളിപ്പെടുത്തി തരണമേ. എല്ലാ മാനമോത്വം നിനക്ക് അർപ്പിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യെസ്. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതിൻ്റെ കൂടെ അടുത്തത് നമ്മൾ വായിക്കേണ്ടി 1 കൊരിന്ത്യർ 12. ഇത് നമ്മൾ ഇന്നലെ വായിച്ചതാ. നെക്സ്റ്റ് 1 കൊരിന്ത്യൻസ് 12:3. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. ഒന്നുകൂടെ വായിച്ചേ, സ്ലോലി. നമ്മൾ 2ാം പ്രാവശ്യം പിന്നെ വായിക്കുന്നത് അത് മനസ്സിലാക്കാനാണ്. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറവാൻ ആർക്കും കഴിയുകയുമില്ല. ഇത് നല്ലപോലെ മനസ്സിലാക്കട്ടെ. ഇന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ അവരെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കുന്ന വചനത്തിൻ്റെ വാക്യങ്ങൾ തുറന്നാൽ അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കും. നമ്മുടെ മുസ്ലിം സഹോദരന്മാരെല്ലാം എന്തുവാ പറയുന്നത്? യേശു ആരാ? പ്രവാചകനും. യഹൂദ സഹോദരന്മാർ എന്തോ പറയുന്നത്? യേശു ആരാ? ഇന്ന് യഹൂദ സഹോദരന്മാരെ അവർ പറയുന്നത് എന്തോ? അക്കോർഡിംഗ് ടു ജ്യൂസ്, ഹു ഇസ് ജീസസ്? പറഞ്ഞാട്ടെ. ഇന്നത്തെ യഹൂദന്മാർ അവർ കർത്താവിനെ കുറിച്ച് എന്തോ പറയാം? നല്ല മനുഷ്യനാ, ഹി ഈസ് എ ഗുഡ് ജ്യൂ. പക്ഷേ ഈ ദേഹം എഴുതിയേക്കുന്നത് എന്തുവാ? പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറവാൻ ആർക്കും കഴിയുകയുമില്ല. ആ യേശുവിനെ അല്ലെങ്കിൽ ലോകം നോക്കുമ്പോൾ ഈ തച്ചനെ, ഇവൻ പ്രവാചകനല്ല, ഇവനൊരു നല്ല യഹൂദനല്ല, ഇവൻ കർത്താവ് അല്ലെ യഹോവയായി ദൈവം ഇവൻ തന്നെ പറയണമെങ്കിൽ ആരാ വെളിപ്പെടുത്തേണ്ടത്? നമ്മുടെ വാക്സാമർത്ഥ്യങ്ങളല്ല, നമ്മുടെ ഡിബേറ്റ്സ് അല്ല. ഇന്ന് ചിലർ പോയി മുസ്ലിംസുമായി ഡിബേറ്റിന് അങ്ങ് പോവുക. യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. എന്തിനാ നിന്റെ സമയം നീ വ്യർത്ഥമാക്കുന്നേ? നമുക്ക് ഡിബേറ്റ് ജയിച്ചിട്ട് കാര്യമില്ല. ഈ കാര്യം ആര് വെളിപ്പെടുത്തേണ്ടതാ? പരിശുദ്ധാത്മാവല്ലാതെ ഇതൊരു വ്യക്തിക്ക് തന്നെ ഇരുന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ലെന്നേ. ദൈവം വെളിപ്പെടുത്തണം. ദൈവം വെളിപ്പെടുത്തിയാൽ പിന്നെ കൂടുതൽ ഡിസ്കഷൻസോ ആർഗ്യുമെൻറ്റ്സോ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മുസ്ലിംസിൻ്റെ അടുത്ത് എന്തോ എടുത്തോണ്ട് ആർഗ്യുമെൻറ്റ്സിന് പോകല്ലേ, പ്രാർത്ഥിച്ചാൽ മതി. വചനത്തിന് ബലമുണ്ട്. വചനത്തിലാണ്, നമ്മുടെ നാവിനല്ല. ഈ വചനത്തിൽ ജീവനുണ്ടെന്നേ. സത്യം ആഗ്രഹിക്കാൻ മനസ്സുള്ളവർക്ക് വേണ്ടി ദൈവം എന്തോ ചെയ്യും? വചനം വെളിപ്പെടുത്തും. ദൈവമായി പ്രവൃത്തി ചെയ്യുന്നത് നമ്മളല്ല. അതുകൊണ്ട് നമ്മളാരും അവരുടെ അടുത്ത് പോയി എന്തോ ചെയ്യല്ലേ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, പ്രേ ഫോർ ദം. സത്യത്തിന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അവരോടിരുന്ന് വചനം പങ്കിട്ടാൽ ദൈവം അവരുടെ എന്ത് തുറക്കും? കണ്ണ് തുറക്കും. സോ ഈ പ്രിൻസിപ്പിൾ നമ്മളെല്ലാവരും നല്ലപോലെ മനസ്സിലാക്കണം. നെക്സ്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് ഫിലിപ്പിയൻസ് 2:10. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന്
പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ യേശുവിന്റെ നാമത്തിങ്കൽ യേശുവിന്റെ നാമത്തിങ്കൽ എന്തുവാ ഇംഗ്ലീഷിൽ? അറ്റ് ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ വരുന്ന ഒരു വിഷയം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കാം. എക്സാമ്പിൾ, എൻ്റെ പേര് മാത്യു സാമുവൽ. ഞാൻ മാത്യുവും അല്ല, ഞാൻ സാമുവലും അല്ല. പക്ഷേ എൻ്റെ ഫാദറും മദറും എൻ്റെ പേരൻസ് വേദോസ്തവത്തിൽ നോക്കിയപ്പം നല്ല ഒരു പേര് കിട്ടി. ആ പേര് എനിക്ക് കിട്ടു. ഞാൻ മാത്യുവും അല്ല. ഈ പേരിന് എൻ്റെ സ്വഭാവമായി ഒരു ബന്ധവും ഇല്ല. പിന്നെ വീട്ടിൽ വിളിച്ചത് ഫിന്നി. കാരണം പപ്പയ്ക്ക് അമേരിക്കയിലെ ആ ചാൾസ് ഫിന്നി വാസ് ഹിസ് ഫേവറേറ്റ്. അതുകൊണ്ട് എനിക്ക് ആ പേരൂടെ ഇട്ടു, ഫിന്നി. പക്ഷെ ഈ നാമങ്ങൾക്ക് എൻ്റെ സ്വഭാവമായി ഒരു ബന്ധവും ഇല്ല. ഞാൻ ഫിന്നി അല്ല. ഫിന്നി പറഞ്ഞ വേറെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. നെട്ടിപ്പോയാൽ ഇന്ന് കേരളത്തിലൊക്കെ കഴിഞ്ഞ ദിവസം ആരാണ് പറഞ്ഞു, ഫിന്നി സാമുവൽ പറയുമ്പോൾ ആൾക്കാർ ഓർക്കുന്നത്, ഇവിടെയും ഉണ്ടല്ലോ ഫേമസ് ആയ, അവർ ഓർക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ ഫോൺ ചെയ്തു, എടാ നിൻ്റെ ഉപദേശമൊക്കെ എന്ന് മാറിയടാ, നീ എന്ന് തൊട്ടാ ഈ തൊഴിൽ തുടങ്ങിയത്. ഞാൻ പറഞ്ഞു, ഏത് പണിയാ? അല്ല, നിന്നെ യൂട്യൂബിൽ വെച്ച് കാണാമല്ലോ. ഇവരെന്നെ കണ്ടിട്ടില്ല, പേര് ഫിന്നി കണ്ടു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാനല്ലാതെ വ്യക്തി എൻ്റെ പേര് ഫിന്നി ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെഷ്യലി ഒരു ഐയും ഇയും ഉണ്ട്, അത് ശ്രദ്ധിച്ചോണം. FINNEY. ചില FINNY ഉള്ളൂ, അത് വേറെ ആരാണ്ട, ഞാനല്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ഫിന്നി നോക്കിയാൽ ഇഷ്ടം പോലെ ഫിന്നിമാരുണ്ട്, ഞാൻ തന്നെ അല്ല. അതുകൊണ്ട് ആ സർക്കാർ ആധാർ കാർഡ് ഉണ്ടാക്കുമ്പോൾ എന്നോട് എന്തോ പറഞ്ഞേ, ഈ 10 വിരലിൻ്റെ അതും വേണം, എൻ്റെ കണ്ണിൻ്റെ ഫോട്ടോയും വേണം. ഇല്ലേ, അങ്ങനെ ഇല്ലേ നമ്മൾ ഓരോരുത്തരുടെ എടുത്തേക്കുന്നത്? കാരണം ഒത്തിരി ഫിന്നിമാരുണ്ടെന്നേ. സോ നമുക്കൊരു ലേബിൾ, എനിക്കൊരു നമ്പർ പ്ലേറ്റ് കിട്ടി, ഫിന്നി സാമുവൽ. പക്ഷേ ഞങ്ങൾ ഒത്തിരി പേരുണ്ട്, എല്ലാം വേറെ വേറെ വെറൈറ്റിയാ. പക്ഷെ ദൈവം എത്രയേ ഉള്ളൂ? എത്ര ദൈവങ്ങളാ? ഒറ്റ ദൈവമേ ഉള്ളോ അതോ 3? ഒറ്റ ദൈവം. സോ ഒറ്റ ദൈവത്തിന് പിന്നെ പേര് വേണോ? നമുക്ക് പേര് വേണം. കാരണം പേരില്ലെങ്കിൽ നമ്മൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും? പക്ഷെ എത്ര ദൈവങ്ങളാ? ഒരു ദൈവം ഉള്ളപ്പം പിന്നെ ദൈവത്തിന് എന്നാ പേര്? നല്ലപോലെ മനസ്സിലാക്കേണ്ടി, ദൈവത്തിൻ്റെ പേര് നമ്മുടെ പേര് പോലെ അല്ല. ഒരു ദൈവമേ ഉണ്ടെങ്കിലും ഒത്തിരി നാമങ്ങളുണ്ട്. ഒരു നാമം മാത്രമല്ല, ഒത്തിരി നാമം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഈ പടം കാണിക്കുക. നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇതിനെന്തുവാ പറയാൻ? ഡയമണ്ട്സ്, രത്നമില്ലയോ, വജ്രം അല്ലേ? ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു വജ്രം, 1 ഡയമണ്ട്, ഇതിന് 58 കട്ടിങ്സ് ഉണ്ട്. 58. ഇതിനൊരു വെയിറ്റും ഉണ്ട്. ഈ 58 കട്ടിങ് നോക്കുമ്പോൾ 33 കട്ടിങ്സ് മേളിലാണ്, താഴെ 24 കട്ടിങ്സ് ഉണ്ട്. ലാസ്റ്റ് കട്ടിങ് ഈ ടിപ്പ. ഇത് ശ്രദ്ധയോടെ അവർ കട്ട് ചെയ്യുന്നത്. ഒരു പെർഫെക്റ്റ് ഡയമണ്ട് വരുമ്പോൾ എത്ര കട്ടിങ്സ് ഉണ്ട്? 58. അത് ബാലൻസ് ചെയ്ത് വേണം കട്ട് ചെയ്യാൻ. ചിലപ്പോൾ ഒക്കെ ഇതിൻ്റെ തൂക്കം കൂട്ടാൻ വേണ്ടി ഇവർ എന്തോ ചെയ്യും, ആ ചില കട്ടിങ്സ് അങ്ങ് സ്പ്രെഡ് ചെയ്യും അതിൻ്റെ വെയിറ്റ് കൂട്ടാൻ. പക്ഷെ ഒരു പെർഫെക്റ്റ് ഡയമണ്ട് ആകണമെങ്കിൽ ബാലൻസ് ചെയ്ത കൃത്യമായിട്ടുള്ള 58 എന്തോ വേണം, കട്ടിങ്സ് വേണം. എത്ര ഡയമണ്ടാ? എത്ര വജ്രമാ? ഒറ്റ വജ്രത്തിന് 58 എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സംഗതി തിളങ്ങുന്നത്. തിളങ്ങുന്നതിൻ്റെ പുറകെയുള്ള രഹസ്യം എന്തുവാ? 58 എന്തോ ഉണ്ട്, കട്ടിങ്സ് ഉണ്ട്.
ഇത് ഓരോ കട്ടിങ് നമ്മൾ ഇതിനെ ലൈറ്റിൽ വെക്കുമ്പോൾ കണ്ടോ, ഏത് ഡയറക്ഷനിൽ വെച്ചാലും ഇതെന്തോ ചെയ്യും, തിളങ്ങും. പക്ഷെ എത്ര വജ്രമാ? സെയിം അതുപോലെ ഒറ്റ ദൈവത്തിന് ഈ നാമങ്ങൾ, ഓരോ നാമം അവൻ്റെ ആ പേഴ്സണാലിറ്റി എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, തിളങ്ങുക. ഒറ്റ ദൈവം, പക്ഷെ ഒത്തിരി നാമങ്ങൾ. അത് വേറെ വേറെ വ്യക്തികളല്ല, ഒറ്റ ദൈവത്തിൻ്റെ കംപ്ലീറ്റ്. നമുക്ക് എത്ര നാമം എടുത്താലും ദൈവത്തിനെ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഇന്ന് ബൈബിൾ സ്കൂളിലുണ്ട് മാസ്റ്റേഴ്സ് ഓഫ് ഡിവിനിറ്റി. എനിക്കത് ദഹിക്കാത്ത ഒരു വിഷയമാണ്. ദൈവത്വത്തിൽ ഇവരെന്തോ ചെയ്തിട്ടുണ്ട്, മാസ്റ്റേഴ്സ് മാൻ. ഇനി സ്വർഗത്തിൽ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദൈവം തന്നെ എവിടെ ഇറങ്ങേണ്ടി വരും? താഴെ. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു തെറ്റുമില്ല, പക്ഷേ ഈ ഡിഗ്രി എവിടെ കയറല്ലേ? തലേ കയറല്ലേ? ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു തെറ്റുമില്ല. സോ ഇവിടെ നമുക്ക് എത്ര നാമം എടുത്താലും നമുക്ക് ദൈവത്തെ മുഴുവനും എന്തോ ചെയ്യാൻ ഒക്കത്തില്ല, ഗ്രാസ്പ് ചെയ്യാൻ കഴിയത്തില്ല. ദൈവം വേണം തന്നെത്താനെ നമ്മളെ വെളിപ്പെടുത്തി തരാൻ നമുക്ക്. അതുകൊണ്ടാണ് സയൻറ്റിസ്റ്റ് പറയുന്നത് ദൈവമില്ലെന്ന്. ചിലരൊക്കെ, മെജോറിറ്റി പറയുന്നത് ദൈവം ഉണ്ടെന്ന്. ഇന്ന് ചിലർ പറയുന്നത് ദൈവം ഇല്ലാന്ന്. കാരണം അവർക്ക് വിശ്വസിക്കണമെങ്കിൽ അവർ ഈ ദൈവത്തെ പിടിച്ച് ഇവരുടെ മൈക്രോസ്കോപ്പിൻ്റെ താഴെ വെച്ച് കണ്ട് പഠിക്കാമെങ്കിൽ മാത്രമേ ഇവർ എന്തോ ചെയ്തുള്ളൂ, വിശ്വസിക്കത്തുള്ളൂ. ഞങ്ങളുടെ ഇവിടെ ഒരു ഭൂത കേസ് വന്നാ, അവനെ അവൻ്റെ വീട്ടുകാർ കൊണ്ടുപോയി ഒരു ഡ്രഗ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ആക്കി. അവൻ ഭൂത കേസാ, എനിക്കറിയാം. സോ അവിടെ ചെന്ന് ഞാനും അവിടെ പോയപ്പം ആ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഭൂത കേസൊന്നുമല്ല, ഇത് മെൻ്റലാ. ഞാൻ പറഞ്ഞു സാറേ മെൻ്റലല്ല, ഇത് ഏതാണ്ടുണ്ട്. മെൻ്റലാണെങ്കിൽ എപ്പോഴും അങ്ങനെ ഇരിക്കും. ഇവൻ ഇടയ്ക്കൊക്കെ അപ്പൻ അമ്മയെ കാണുമ്പോഴേ ഉള്ളൂ ഇവന് പ്രശ്നം, മറ്റവരെ കണ്ടാൽ ഒരു പ്രശ്നമില്ല. ഇത് വേറെ ഏതാണ്ട് വിഷയം. അപ്പോൾ പറഞ്ഞു നോ ഞങ്ങൾക്ക് വിശ്വസിക്കാം. ഞാൻ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല, കാരണം ഈ ഭൂത കേസ് എക്സ്റേയിൽ കാണത്തില്ലെന്നേ, CT സ്കാനിലും ഈ ആശാൻ കാണത്തില്ല, MRI എടുത്താലും ഈ ഭൂതത്തെ എന്തോ ചെയ്യാൻ ഒക്കത്തില്ല, അവർക്ക് കണ്ടാൽ മാത്രമേ അവരെന്തോ ചെയ്യും, വിശ്വസിക്കത്തുള്ളൂ. പക്ഷെ ദൈവത്തെ ആർക്കും കാണാൻ കഴിയത്തില്ല. ദൈവം സ്വയമേ വേണം എന്തോ ചെയ്യാൻ, വെളിപ്പെടുത്താൻ. ആ അകത്ത് വാഞ്ചയുള്ളവർക്ക് മാത്രമേ വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. ബൈബിൾ കോളേജിൽ പോയുള്ള ചർച്ചിൽ വന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ എത്ര പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. ദൈവം വേണം വെളിപ്പെടുത്താൻ. സോ ഈ നാമങ്ങൾ ആ ഒറ്റ ദൈവത്തിൻ്റെ ഓരോ എന്തുവാ, സൈഡ്സാ. ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ ദൈവം എന്തോ ചെയ്യുക, വെളിപ്പെടുത്തുക. സ്വഭാവത്തെ, ആ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ ഓരോ നാമം എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇവിടെ നമ്മൾ ഇതുവരെ നോക്കിയത് ക്രിസ്തുവിന് വിയോഗിച്ചേക്കുന്ന ഓരോ നാമം. നമ്മൾ ഇന്നലെ നോക്കിയല്ലോ, ഏതൊക്കെയാ? ഇന്നലെ എന്തുവാ നോക്കിയേ? ആദ്യമേ നോക്കിയ എന്തുവാ? അവനെ എന്തോ വിളിച്ചേക്കുന്നേ? ദൈവം. നമ്പർ 1 അത് നമ്മൾ വായിച്ചല്ലോ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ആരായിരുന്നു? വചനം ആരാ? ദൈവം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയല്ലോ നമ്മുടെ തോമാച്ചാൻ എന്തോ പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് അത് നമ്മൾ റോമൻസ് 9:5 നമ്മൾ വായിച്ചു. ആൻഡ് ദെൻ ഹീബ്രൂസ് 1:8 വായിച്ചേ. എബ്രായർ 1:8. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. ഒന്നുകൂടെ വായിച്ചേ. പുത്രനോടോ ദൈവമേ. എന്തുവാ വിളിക്കുന്നേ? ദൈവമേ. ഇന്ന് കർത്താവ് സഹായിച്ചാൽ ഇന്നത്തെ ദിവസം ക്ലാസ് തീരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ സീരിയസ്ലി ഇന്ന് കവർ ചെയ്യേണ്ട വിഷയം. ഈ തച്ചൻ്റെ ദൈവത്വം, മനുഷ്യത്വവും. പൂർണ്ണ ദൈവവുമാ, അതേസമയം പൂർണ്ണ മനുഷ്യനുമാ. അതുകൂടാതെ വിയോഗിച്ചേക്കുന്ന ചില നാമങ്ങളുണ്ട്. സ്ത്രീയുടെ സന്തതി 1. നമ്പർ 2 ഓൺലി ബിഗോട്ടൻ സൺ. ഓൺലി ബിഗോട്ടൻ മലയാ ഏകജാതനായ പുത്രൻ. 3 ഇമ്മാനുവേൽ. ഈ വാക്കുകൾ എന്തിനാ വിയോഗിച്ചേക്കുന്നത്? അത് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ തച്ചൻ്റെ ദൈവത്വം. ദൈവമാണോ? ആദ്യമേ നമ്മൾ നോക്കുന്നേ അവൻ്റെ എടുത്തേക്കുന്ന
നാമങ്ങൾ. വിളിക്കുന്നത് എന്തുവാ? ദൈവം. അത് കൂടാതെ നമ്മൾ വായിച്ചേ 1 യോഹന്നാൻ 5:20. അത് ഇന്നലെ എടുത്തതാ, ഒന്നുകൂടെ വായിക്കുക. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അവൻ ആരാ? സത്യദൈവവും നിത്യജീവനും അവനാ. പിന്നെ അതിന്റെ കൂടെ ഇന്നലെ നമ്മൾ വായിച്ചല്ലോ യെശയ്യാ 9:6. നമ്മൾ ഇന്നലെ വായിച്ചതാ, നിത്യനായ പിതാവെന്ന് നമ്മൾ വായിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 1 Corinthians 2:8. 1 Corinthians 2:8. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അവൻ ഒന്നുകൂടെ വായിച്ചേ. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസിന്റെ കർത്താവിനെ, അടുത്ത നാമം ഏതാ? തേജസിന്റെ കർത്താവിനെ. ദൈവം, അടുത്തത് കർത്താവ്, ദൈവപുത്രനും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആരാ? തേജസിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കരുത്തില്ല. അതിനെ കമ്പയർ ചെയ്യാൻ Psalms 24:8-10. സങ്കീർത്തനം 24:8-10 വരെ. മഹത്വത്തിന്റെ രാജാവ് ആർ? മഹത്വത്തിന്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഈ മഹത്വത്തിന്റെ രാജാവ് അതല്ലയോ നമ്മൾ ഇവിടെ കൊരിന്ത്യരിൽ വായിച്ച തേജസിന്റെ കർത്താവ്? സെയിം ഒറ്റ വ്യക്തിയാ. പഴയ നിയമത്തിൽ വെളിപ്പെട്ട ആ ദൈവം തന്നെ ഇവിടെ വെളിപ്പെടുന്നത് എങ്ങനെ? അത് നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കുക. ജസ്റ്റ് ഈ പടം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു കാര്യം കാണിക്കുക. അവിടെ എഴുതിയേക്കുന്ന നൗൺ കണ്ടോ? നൗൺ. അതിൽ നിന്ന് ഓരോ വാക്കുകൾ ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാം. ഞാൻ ഒന്നുകൂടെ ചെയ്യാം. ഒരു വേർഡ് നൗൺ. ഞാനിത് കാണിക്കുന്ന എന്തിനാ? പഴയ നിയമത്തിൽ നമ്മൾ ആരെ കാണുന്നുണ്ട്? യഹോവയായി ദൈവം. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എത്ര ദൈവങ്ങളേ ഉള്ളൂ പഴയ നിയമത്തിൽ? ഒറ്റ ഒരു ദൈവം ഇല്ലയോ? പക്ഷെ പുതിയ നിയമത്തിൽ സംഭവിച്ചത് എന്തുവാ? ബത്ലഹേമിൽ വന്നത് വേറെ ആരാണ്ടല്ല വരുന്നത്. ആ ഒറ്റ ദൈവം തൻ്റെ ഇത് കാണണം, അകത്തുനിന്നാണ് വരുന്നേ. ആ ക്യാരക്ടറാണ് വെളിപ്പെടുത്തുന്നത്, വേറെ ഒരുത്തനെ അല്ല അയക്കുന്നത്. സോ ബത്ലഹേമിൽ വരുമ്പോൾ, ക്രിസ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഒറ്റ ദൈവത്തിൽ വേറെ വ്യക്തിത്വങ്ങളും ഉണ്ട്. ഇത് ദൈവം വെളിപ്പെടുത്തുക, നമ്മൾ സ്വയമേ മനസ്സിലാക്കുക അല്ല. പഴയ നിയമത്തിൽ ദൈവത്തെ കാണുന്നു, പുതിയ നിയമത്തിൽ ആരെ കാണുക? ആ ദൈവം വെളിപ്പെടുത്തുന്നത് എങ്ങനെ? പുത്രനും. പുത്രന്റെ പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞ് ആരെയും വെളിപ്പെടുത്തി തരിക? പരിശുദ്ധാത്മാവ്. വെളിപ്പെടുത്തുന്നത് ആരാ? ദൈവം തന്നെ. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ദൈവം എത്ര? ഇവർ 3 പേർ ചേർന്നുള്ള ഒരു സംയുക്ത ദൈവം അല്ല. ഇതൊരു കോലിഷൻ അല്ല. എത്ര പേരേ ഉള്ളൂ? ഒറ്റ ദൈവം, ഒരു വ്യക്തിയാ. സോ അതുകൊണ്ട് ദൈവത്തിന് ഉപയോഗിച്ചേക്കുന്ന എല്ലാ നാമം എവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. ആർക്കും ഉണ്ട്? ഈ തച്ചനും യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം. അതുകൊണ്ടാണ് ഏക ദൈവവും കർത്താവും
ദൈവപുത്രനും ഓരോ വാക്കുകൾ യൂസ് ചെയ്യും. നമുക്ക് വരുന്ന പ്രശ്നം, ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലിറ്ററലി എന്തുവാ എടുക്കുന്നത്? നമ്മൾ എങ്ങനെ ഏറ്റെടുക്കുന്നത് ആ വിഷയം? ഇദ്ദേഹം ആരാ? ദൈവത്തിൻ്റെ പുത്രനാന്ന് പറഞ്ഞാൽ എടുക്കുക. പക്ഷേ ആ വിഷയം ദൈവപുത്രനല്ല, ഇവൻ ആരാ? പക്ഷേ ആ നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് ആ നാമം ഉപയോഗിച്ചേക്കുന്നത്. ഇത് ദൈവപുത്രനല്ല, ദൈവം തന്നെ. പക്ഷെ ദൈവപുത്രൻ പറയുമ്പോൾ അവൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുക. മനുഷ്യപുത്രൻ പറയുമ്പോൾ അവൻ്റെ മനുഷ്യത്വം വെളിപ്പെടുത്തുക. സോ നെക്സ്റ്റ് അതിൻ്റെ നമ്മൾ അടുത്ത വാക്യം നമ്മൾ നോക്കുമ്പോൾ ആക്ട്സ് 3:14, അപ്പോസ്തല പ്രവൃത്തി 3:14. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞ്. ആരെ? പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ എന്തോ ചെയ്തു? നിങ്ങൾ തള്ളിപ്പറഞ്ഞു. യഹൂദരാ. നമ്മൾ നമ്മുടെ മറ്റേ ലോകത്തിൻ്റെ ആംഗിളിൽ നോക്കുമ്പോൾ യഹൂദന്മാരുടെ വിശ്വാസം എന്തുവാ? എത്ര ദൈവങ്ങളാ? ഒരു ദൈവമേ ഉള്ളല്ലോ. ഈ യഹൂദന്മാരുടെ ഒരു ഹിസ്റ്ററി ഒന്ന് നോക്കിക്കേ. ഈ അച്ചായന്മാർ മിസ്രൈമിൽ നിന്ന് തിരിച്ച് കനാനി വന്നപ്പോൾ ഒരു സമയം വന്നല്ലോ, ഏലിയാവ് ഇവരുടെ മുമ്പേ കർമ്മേലിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്തുവാ? ഏലിയാവ് ഇവരോട് എന്തുവാ പറഞ്ഞേ? വായിച്ചേ. കർമ്മേലിൽ നിൽക്കുമ്പോൾ പ്രവാചകനായ ഏലിയാവ് ഈ ഇസ്രായേൽ മക്കളോട് പറയുന്ന വിഷയം അതെവിടാ? 1 രാജാക്കന്മാർ ഏത് അധ്യായം? കർമ്മേൽ 21. അതിന്റെ 21 വായിച്ചേ. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും. സർവ്വജനം പറഞ്ഞാൽ ആരാ? ഇസ്രായേലികൾ. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? നെക്സ്റ്റ്. യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാൽ എങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. ഏലിയാവ് ഇസ്രായേൽ മക്കളുടെ മുമ്പേ ഒരു ഓപ്ഷൻ കൊടുക്കുക. യഹോവ ആണെങ്കിൽ യഹോവയുടെ പുറകെ, ബാൽ ആണെങ്കിൽ ബാലിന്റെ പുറകെ. നെക്സ്റ്റ്. എന്നാൽ ജനം അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. ജനം എന്ത് ചെയ്യാ? ഇസ്രായേൽ മക്കൾ ഇതെല്ലാം അനുഭവിച്ചിട്ട് ഇപ്പൊ എന്ത് വാ തുറക്കുന്നില്ല. അന്നേരം ആ ഏലിയാവ് പറഞ്ഞേ നമുക്ക് യാഗപീഠം ഉണ്ടാക്കാം. അന്നേരം ആ ജനം എന്തുവാ പറഞ്ഞേ? യാഗപീഠത്തിന്റെ വിഷയം വന്നപ്പം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കണമെന്ന് പറഞ്ഞപ്പം ജനം എന്തോ പറഞ്ഞു? വായിച്ചേ. എന്തോ പറയുന്നേ? ചിന്തിച്ചേ. വിശ്വാസികളാ. ബാല് വന്നോണ്ട് അവർ പറയുന്നേ ബാലും ദൈവം തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ. അത്രയും മനസ്സിന് കട്ടിയായി. ഫൈനലി തീ ഇറങ്ങിയല്ലോ. തീ ഇറങ്ങിയപ്പോൾ ഇവർക്ക് മാനസാന്തരം വന്നോ? മാനസാന്തരപ്പെട്ടോ ഇവർ? ഇല്ലല്ലോ. അതുകൊണ്ടില്ലേ ഇവരെ എങ്ങോട്ട് അയച്ചത്? ദൈവം പ്രവാസത്തിലേക്കോ അയച്ച് ഇഷ്ടം പോലെ അടി തല്ല് തന്ന് 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 ഫൈനലി നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വരുമ്പോൾ ഈ അച്ചാന്മാർ പറയുന്നത് എന്തുവാ? ഈ തല്ലുകൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നു? അവർക്ക് വിവരം കിട്ടി. എന്തുവാ? ഇനി എത്ര ദൈവമേ ഉള്ളൂ? ഒറ്റ ദൈവമേ ഉള്ളൂ. പാഠം പഠിച്ചു. ഈ പ്രവാസത്തിലൊക്കെ പോയോണ്ട് പ്രയോജനമുണ്ട്. പാഠം പഠിച്ചു. ഇനി എത്ര ദൈവം? ചരിത്രം പറയുന്ന റോമ സർക്കാരിൻ്റെ കോയിനിൽ സീസറിൻ്റെ പ്രതിമ പോലും ഇവർ അടിച്ചിട്ടില്ല. കാരണം അതും ആ പ്രതിമ അടിക്കുകയാണെങ്കിൽ യഹൂദന്മാർ ആ കറൻസി കയ്യിലെടുക്കത്തില്ല. അവർക്കത് ബിംബ ആരാധനയായി മാറും. ആ ലെവലിൽ എത്തിയപ്പോഴാ ഈ യഹൂദന്മാർ തന്നെ സത്യദൈവത്തിന് പുറകെ നടക്കുക. തപ്പാൻ ഇവൻ ആരാ? നീ ദൈവം തന്നെയാണോ? ഇവർ തന്നെയാണ് പുറകെ നടക്കുന്നത്. കാരണം ഇവരുടെ അകത്ത് എന്തോ കയറി ഒരു എരിവുണ്ട്. എന്തുവാ? ദൈവം എത്രയേ ഉള്ളൂ? ഒരുവനേ ഉള്ളൂ. ചിന്തിച്ചേ ആ ചേഞ്ച് വന്നത്. ഇപ്പം ഈ യഹൂദന്മാരിൽ തന്നെ നമ്മുടെ പത്രോസ് അച്ചായനൊക്കെ നിന്ന് പറയുന്നത് എന്താ? അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചല്ലോ 3:14.
ആക്ട്സ് 3:14. പരിശുദ്ധനും നീതിമാനുമായവനെ, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. ഇത് പത്രോസിന് എങ്ങനെ പറയാൻ കഴിഞ്ഞു? ഒരു സത്യം മനസ്സിലായി. ഞങ്ങളുടെ കൂടെ നടന്നവൻ ഇവൻ ആരല്ല? മനുഷ്യനല്ല, ഇവൻ ദൈവം തന്നെയാണ്. നെക്സ്റ്റ്, അത് കഴിഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകം 1:8. 1:8. അവൻ ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തോ അരുളി ചെയ്യുന്നേ? ഞാൻ ആരാ? അടുത്തത്, ഞാൻ അൽഫയും ഞാനും. ഞാൻ ആരാ? അൽഫയും ഒമേഗയും. അതിന്റെ അർത്ഥം ആദ്യവും ഞാനാ. പുത്രനാണെങ്കിൽ പറയാൻ കഴിയുമോ? പുത്രനാണെങ്കിൽ, പ്രവാചകനാണെങ്കിൽ പറയാൻ കഴിയുമോ? ലോകത്തില് പ്രവാചകന്മാർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, ഗുരുക്കന്മാർ ഒത്തിരി പേർ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്, ആർക്കെങ്കിലും ഇന്ന് വരെ പറയാൻ ഈ തച്ചൻ സംസാരിച്ചതുപോലെ ആർക്കെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ തച്ചൻ പറയുന്നത് എന്തുവാ? ഞാൻ തന്നെ, ആദ്യം ഞാൻ തന്നെ. നെക്സ്റ്റ്, യോഹന്നാൻ 8:58. ജോൺ 5:58. 5:58 नहीं है? अल्ला सॉरी 18:6 ले लो. 6 18:6. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. അതിന്റെ ഒരു വാക്യം മേളി വായിച്ചു. 5-ാമത്തെ. നസ്രയനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. യേശു എന്തോ പറയുന്നേ? ഞാൻ തന്നെ. 18:6 ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ആം ഹീ. ആർക്കും ദൈവം എടുക്കുന്ന നാമം ഏതാ? ഞാൻ ആകുന്നു, ഞാനാകുന്നു. ആ സെയിം വാക്ക് ആർ ഉപയോഗിക്കുക. ഒരു ചോദ്യം, നീ ഒരു മനുഷ്യനായിരിക്കെ, മനുഷ്യനാ, 12ാമത്തെ വയസ്സിൽ ആലയത്തിൽ പോയി ചോദ്യങ്ങളും മറുപടിയും എല്ലാം തന്നവനാ, നിനക്ക് ഭയമില്ലയോ? വന്നേക്കുന്നത് യഹൂദന്മാരുടെ ഇടയ്ക്കാ, ഇല്ലേ? നമ്മുടെ ഇടയ്ക്ക് വല്ലതും വരുമായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞത് ഇവന് വട്ട. പക്ഷേ ഈ വാക്കുകൾ പറയുന്ന ആരുടെ ഇടയ്ക്കാ? ഇന്നിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കേരളത്തിൽ ആർക്ക് വന്ന് ഏത് ഉപദേശം പ്രസംഗിച്ചാലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നേ, ഒരു പ്രശ്നവും ഇല്ലെന്നേ. ആർക്ക് വേണമെങ്കിൽ എന്നോ നോൺസെൻസ് സംസാരിച്ചോ, നോ പ്രോബ്ലം, നീ പ്രസംഗിച്ചോ. പക്ഷെ യഹൂദന്മാരായിരുന്നെങ്കിൽ പറഞ്ഞേ, യഹൂദന്മാരായിരുന്നെങ്കിൽ ഒറ്റയോർത്തം നിന്നാ മതി, അവൻ വിവരം അറിയും. അതാ യഹൂദന്മാരും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അവർക്ക് പ്രമാണത്തിന് കത്തിലും എരിവുണ്ട്, നമുക്ക് ഈ വചനത്തിന് ഒരു എരിവും, നമുക്ക് ഒരു എരിവും ഇല്ലെന്നേ. നിങ്ങൾക്ക് എന്തോ വേണമെങ്കിലും പ്രസംഗിച്ചോ, ഞങ്ങൾക്കൊരു വിഷയമല്ല. അതാ നമ്മളും യഹൂദന്മാർ തമ്മിലുള്ള വ്യത്യാസം. ഈ യഹൂദന്മാരുടെ ഇടയ്ക്ക് ഒരു തച്ചൻ നടന്നുകൊണ്ട് എന്തോ പറയുന്നേ? ഞാനാരാ? അതുകൊണ്ട് അവർക്ക് ആ എരിവ് വന്നേ, അവനെ കൊല്ലാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു, പല്ല് കടിക്കുന്നുണ്ട്. പക്ഷേ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർ അവരുടെ ശ്രമം മുഴുവൻ നടത്തുന്നുണ്ട്. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കണം, കൊല്ലണം. നീ തന്നെ എങ്ങനെയാ ദൈവം എന്ന് പറയുന്നത്? ചിന്തിച്ചേ. 2 പ്രാവശ്യം ആലയത്തിൽ ചെന്ന് ചാട്ടവാറെടുത്ത് ആൾക്കാരെ തല്ലി ഇറക്കിയ, എന്നിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നേ. ഈ തച്ചൻ 3 വർഷം നടന്നോ? സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടോ? തന്നെ നടക്കുക യഹൂദന്മാരുടെ ഇടയ്ക്ക്. ക്ലെയിംസ് എന്തുവാ? ഞാൻ 2ാമനല്ല.
സബ്ബത്തിൻ്റെ ദിവസം തന്നെ ഇല്ലയോ ഒരുത്തനോട് എന്തോ പറഞ്ഞേ? കട്ടിലെടുത്തോണ്ട് നടക്കാൻ. അതുകൊണ്ടാണ് യെരുശലേമിൽ മഹാപുരോഹിതന്മാർക്ക് ഉറക്കമില്ലെന്നേ. ഇവൻ എവിടുന്ന് വന്നു? ഇവൻ പറയുന്ന വാക്കുകൾ തൊടാൻ മനസ്സുണ്ട്, പക്ഷെ പേടിയുണ്ട്. ഇവൻ സംസാരിക്കുന്ന പോലെ ആർക്കും സംസാരിക്കാൻ കഴിയുന്നില്ലെന്നേ. ഇവൻ യെശയ്യായുടെ പ്രവചനം കയ്യിലെടുത്ത് വായിക്കുമ്പോൾ ഞങ്ങൾ ഇത്രയും റബ്ബികൾ ഡിഗ്രി ഒക്കെ എടുത്തെങ്കിലും ഞങ്ങൾക്ക് അത്ര അധികാരമില്ലെന്ന് ഈ തച്ചൻ ഇതെടുത്ത് വായിക്കുമ്പോൾ എന്താ എഴുതിയവനില്ലയോ വായിക്കുന്നത്? ഇല്ലേ? എഴുതിയവൻ ഇരുന്ന് സ്വന്തം ലേഖനം എന്തോ ചെയ്യും, യെശയ്യാ പ്രവാചകൻ മുഖാന്തരം എഴുതിപ്പിച്ചത് സ്വന്തം ഇരുന്ന് അങ്ങ് വായിച്ചപ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. സോ നമ്മൾ ചിന്തിച്ച് നോക്കി അവൻ്റെ ദൈവത്വം. ഞാൻ തന്നെ ആദ്യം, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം, ഞാൻ തന്നെ ആകുന്നു എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ താഴെ വായിക്കുമ്പോൾ ജോൺ Isaiah 9:6-7. Isaiah 9. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കപ്പെടും. ഓരോ നാമങ്ങളാണ് നമ്മൾ വായിച്ചത്. അത് കൂടാതെ ജോൺ 14:6. യോഹന്നാൻ 14:6. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ പറയുന്ന വാക്ക് ഞാൻ ജസ്റ്റ് വായിക്കുക, റെഫറൻസസ് നിങ്ങൾക്ക് എഴുതാമെങ്കിൽ എഴുതാം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ജീവൻ ആരാ? ഞാനാ. ലുക്ക് അറ്റ് ദ ക്ലെയിം. ഞാനാ ജീവൻ. 1:4, യോഹന്നാൻ 1:4. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അവനിൽ എന്തോ ഉണ്ടായിരുന്നു? ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ജീവൻ മനുഷ്യൻ. ആ കർത്താവ് തന്നെ പറയുന്നത് ഞാൻ തന്നെ ആരാ? ജീവനും ആകുന്നു. അപ്പോസ്തല പ്രവൃത്തി 3:15. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ കംപ്ലീറ്റ് 3:15. ഒന്നുകൂടെ വായിച്ചേ. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. 3:15 അല്ലല്ലോ അത് വായിക്കുന്നേ. അപ്പോസ്തല പ്രവൃത്തി 3:15 അല്ലല്ലോ. and kill the prince of life 14 ആയിരിക്കും. 14 വായിച്ചേ. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളി പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. ആരെ കൊന്നുകളഞ്ഞു? അടുത്ത നാമം നമ്മൾ നോക്കുമ്പോൾ ഓരോ വാക്ക് നമ്മൾ എപ്പോഴും ക്രിസ്തു ക്രിസ്തു പറഞ്ഞുകൊണ്ട് നടക്കുക, യേശു യേശു പറഞ്ഞുകൊണ്ട് നടക്കുക. ആ ഒരു യേശു മാത്രമല്ല, വേറെ നാമങ്ങളും കാണുന്നുണ്ടോ? ഇവനാ ജീവൻ. ഇവനീന്നാ എന്തോ വന്നേക്കുന്നത്? എല്ലാവർക്കും ജീവൻ വന്നേക്കുന്നത്. ഇവനല്ലാതെ വേറെ എങ്ങൊന്നും ജീവൻ കിട്ടാൻ കഴിയത്തില്ല. നെക്സ്റ്റ് അതിൻ്റെ താഴെ നമ്മൾ വായിക്കുന്നത് മീക 5:2. മീക 5:2. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അതിന്റെ അർത്ഥം ഒന്നുകൂടെ വായിച്ചേ. അത് നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും
പുരാതനമായതും തന്നെ. സോ ഈ നടക്കുന്ന തച്ചൻ ഇവൻ്റെ ആരംഭം എപ്പോഴായിരുന്നു? കന്യാജന്മം തൊട്ടാണോ ഇവൻ്റെ ആരംഭം? ഇവൻ എന്തോ ഇല്ല. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അതെന്തുവാ? ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്തുവാ? അതെവിടുന്ന് വന്നതാ? ഇവൻ്റെ ആരംഭം എന്ന് മുതലാ? ക്രിസ്മസ് നല്ലൊരു സമയമാണ് മറ്റവരോട് ഉത്ഭവം ഇല്ലാത്തവനെ കുറിച്ച് പറയാനുള്ള നല്ലൊരു അവസരമാണ്. പക്ഷെ നമ്മളെന്തോ ആഘോഷിക്കുന്നില്ല. കാരണം എന്തോ ഇല്ല, ഒരു ആരംഭം ഇല്ല. ഈ ബത്ലഹേമിൽ വന്നിട്ടല്ല ഇവൻ ആരംഭം തുടങ്ങിയത്. ഈസ് ഫ്രം ദ ബിഗിനിങ്. അതുകൊണ്ടാണ് പറയുന്നത് നിത്യനായ പിതാവ്. പിതാവാ. മറിയവും യോസഫിൻ്റെ വീട്ടിൽ വന്നേക്കുന്നത് ആരാ? മകനല്ല, നിത്യനായ. നമുക്ക് ആ നോട്ടത്തിൽ ഒന്ന് നോക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ആ പടം ഇന്നലെ കാണിച്ചായിരുന്നു. ആരാ? ജീവനും ഇവൻ തന്നെയല്ലയോ ജീവൻ. ഞാൻ ആ പടം കാണിക്കുന്നത്. വന്നേക്കുന്നത് എങ്ങനെ? തന്നെത്താനെ എത്ര ലിമിറ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. സിമോന് കയ്യിൽ അല്ലെങ്കിൽ അന്ന കയ്യിലെടുത്തേക്കുന്ന ഈ കൊച്ച് ഒന്ന് ധ്യാനിച്ച്. നിത്യനായ പിതാവ്. പ്രവാചകനല്ല, അവതാരല്ല. കുറെ വർഷങ്ങൾ മുമ്പേ ഒരു വിഷയം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പ്രജാപതി. ഇത് പ്രജാപതി അല്ല, ഇത് അവതാരല്ല, പ്രവാചകനല്ല, തച്ചനല്ല. ആരാ? നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാൻ കഴിയുമോ? നമ്മൾ ആരാധിക്കുന്നതിൻ്റെ പുറയുള്ള കാരണം നിത്യനായ പിതാവ് വന്നേക്കുന്നത് എങ്ങനെ? ആ രൂപാന്തര മലയിലൊന്ന് പോയിക്കേ. അവിടെ ചെന്നപ്പോഴും ഇല്ലയോ അടുത്ത് ആര് നിൽക്കുന്നത്? ഒരു സൈഡിൽ ആരാ? മറ്റേ സൈഡിൽ എന്താ ഇവർ രണ്ടുപേരും നിൽക്കുന്നേ? ആ രൂപാന്തര മലയിലെ ആ ദൃശ്യം ഒന്ന് നോക്കിയേ. ഇടയ്ക്ക് നിൽക്കുന്നവൻ ആരാ? ഇടയ്ക്ക് നിൽക്കുന്നവൻ ആരാ? ഒരു സൈഡിൽ പ്രമാണം. മോശ ആർക്കെന്ന് എഴുള്? പ്രമാണം, ന്യായപ്രമാണം ഒരു സൈഡ്. മറ്റേ സൈഡിൽ ആരാ? പ്രവാചകന്മാർ. ഇടയ്ക്ക് നിൽക്കുന്നത് സർവശക്തനായ ദൈവം തന്നെ നിൽക്കുക. പക്ഷെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആരോടും ചെന്ന് പറയല്ലേ. എന്താ? നമുക്കൊരാഗ്രഹമുണ്ട്. ക്ലാസ് നടന്നു കഴിഞ്ഞാൽ പാസ്റ്റർ അടുത്ത വർഷം നമുക്കൊരു അഡ്വർടൈസ്മെൻ്റ് അടിച്ച് പബ്ലിസിറ്റി ഇല്ലേ നമുക്ക് കൊതിക്കുന്നത് ഇല്ലേ? പബ്ലിസിറ്റി ചെയ്യുന്നവൻ, ചെയ്യാൻ കഴിവുള്ളവൻ എന്തോ ചെയ്യുന്നില്ല. വായ് പത്രോസ് കർത്താവെ ഒന്ന് മറ്റൊരോടൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. വേണ്ട, എന്നെ ആർക്കും മനസ്സിലാക്കാൻ കഴിയും. അതാ ഇന്ന് രാവിലെയും ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നത്. എന്നെ അറിയുവാൻ നിന്റെ അകത്ത് വാഞ്ചയുണ്ടോ? എന്നെ അറിയുവാൻ നിനക്ക് എൻ്റെ അനുഗ്രഹമാണോ വേണ്ടിയത്, അതോ എന്നെ അറിയാനുള്ള കൊതിയാണോ? സോ അവൻ്റെ ദൈവത്വം നമ്മൾ കാണുമ്പോൾ 100% ആരാ? പൂർണ്ണമായി ആരായവന്? ദൈവം, പൂർണ്ണമായി ദൈവം. ഇത് യേശു ക്രിസ്തു അല്ല. അത് നല്ലപോലെ മനസ്സിലാക്കുന്നത്. ഇത് യേശു ക്രിസ്തു അല്ല. ഇത് ആരാ? ഇത്
ദൈവം. യേശു ക്രിസ്തു നമ്മൾ എന്തിനാ വിളിക്കുന്നത്? അവൻ്റെ പ്രവൃത്തി കാരണം. നമ്മൾ ആ ദൈവത്തെ തന്നെ വിളിക്കുന്നത് എന്തുവാ? യേശു ക്രിസ്തു. യേശു പറഞ്ഞാൽ പാപത്തിൽ നിന്ന് എൻ്റെ രക്ഷിതാവ്. സോ ഈ വിഷയം നമ്മൾ ധ്യാനിക്കുമ്പോൾ അവൻ്റെ ഓരോ പ്രവർത്തികൾ, അവൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയ ഇൻസിഡൻസ് നമുക്കറിയാം. പറഞ്ഞാട്ടെ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നടന്നപ്പം അവൻ്റെ ദൈവത്വം എങ്ങനെ വെളിപ്പെടുത്തിയത്? പറഞ്ഞേ, ബൈബിൾ ക്ലാസ്സാ. എങ്ങനെയാ വെളിപ്പെടുത്തിയത്? രോഗികളെ സൗഖ്യമാക്കിയാണ്. എങ്ങനെ? നമ്പർ 1, രൂപാന്തര മല കാണുന്നുണ്ടോ? ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ആ രോഗിനോട് എന്തുവാ, റൂഫിൽ നിന്ന് താഴെ പക്ഷവാതക്കാരനെ ഇറങ്ങിയപ്പോൾ അവനോട് പറഞ്ഞത് എന്തുവാ? നിൻ്റെ പാപം. അപ്പോഴേ നമ്മുടെ അച്ചായന്മാർക്ക് ദേഷ്യം കയറിയോ? പാപം ക്ഷമിക്കാൻ നീ ആര്? അവർ ഓൾറെഡി പല്ല് കടിച്ച് വന്നേക്കുക. എന്നാൽ അവരുടെ മനസ്സറിഞ്ഞിട്ട് പറഞ്ഞത് എന്തുവാ? മോനെ. ആ നിമിഷം തന്നെ അവനോട് പറഞ്ഞത് എന്തുവാ? നിന്റെ കട്ടലെടുത്ത് നടന്നോ. കാരണം തച്ചനല്ല, പാപം ക്ഷമിക്കാൻ ഇവനല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല. ആർക്കും കഴിയത്തില്ല. നമ്മളെല്ലാവരും പാപം ചെയ്യുന്ന അവൻ്റെ വിരോധം. കാരണം അവനാ സൃഷ്ടിതാവ്. അവനാ സൃഷ്ടിതാവ്. മകനെ, നിന്റെ പാപം. ആ വ്യഭിചാരിയായ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ താഴെ ഏതാണ്ട് എഴുതി. ഇന്ന് ഒത്തിരി പേര് അത് തപ്പി നടക്കുക. എന്തോ എഴുതിയത്? എഴുതാത്ത വിഷയങ്ങൾ തപ്പി കുറേ നടക്കുന്ന. നിങ്ങൾ നടന്നോ? നിങ്ങളിൽ അന്നേരം പറഞ്ഞത് എന്തുവാ? പാപം എന്തോ ചെയ്യട്ടെ. എന്തോ സംഭവിച്ചു? പിന്നെ ആ സഹോദരിയോട് പറഞ്ഞത് എന്തുവാ? ആര് പറയുക? ഒരു പാസ്റ്റർ അല്ല പറയുന്നേ, ഒരു റബ്ബി അല്ല പറയുന്നേ. നിന്റെ സൃഷ്ടിതാവ് നിന്നോട് പറഞ്ഞത്, മോളെ ഇനിയും മേലാൽ. അതിൻ്റെ സീരിയസ്. സർവശക്തൻ ഇങ്ങനെ വരേണ്ടി വല്ല ആവശ്യമുണ്ടായിരുന്നു? ഈ കൃപയുടെ യുഗം നമ്മൾ പറയുന്നതിൻ്റെ പുറയുള്ള കാരണം, ഈ യുഗത്തിൻ്റെ തുടക്കം ഇട്ടത് എങ്ങനെയാ? തന്നെ ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് ഈ യുഗത്തിന് എന്തോ പേരിട്ടേക്കുന്നേ? കൃപായുഗം. നമുക്ക് ഇതിനൊരു അർഹതയും ഇല്ല. പക്ഷെ ഇന്ന് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ചിലർ പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം. സോറി. സോ നമ്മളിപ്പം ബ്രേക്ക് എടുക്കാൻ പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ ആദ്യത്തെ സെഷനിൽ ആ തച്ചൻ്റെ ദൈവത്വം, ഞാൻ തച്ചൻ എപ്പോഴും പറയുന്നതിൻ്റെ കാരണം ലോകം അവനെ തച്ചനായിട്ടാണ് കാണുന്നത്. നമ്മുടെ മുസ്ലിം സഹോദരന്മാർ പ്രവാചകനായിട്ടാണ് കാണുന്നത്. അവർ ഓർത്തേക്കുന്നത് ഇത് മോശ കഴിഞ്ഞിട്ട് അടുത്ത പ്രവാചകനാണ്. ഇത് പ്രവാചകൻ അല്ല. പ്രവാചകന്മാരെ അയച്ചവനാ. ഇവൻ ദൈവപുത്രനല്ല. ദൈവപുത്രൻ ഇവൻ്റെ ഒരു നാമമാ. ഇവൻ ദൈവം തന്നെ. ഇവൻ്റെ പേര് യേശു ക്രിസ്തു മാത്രമല്ല. ഇവൻ്റെ പേര് ജീവനാ, തേജസ്സുള്ള കർത്താവ്, നിത്യനായ പിതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് നമുക്ക് ഈ സത്യം വെളിപ്പെടുത്തിയൊന്ന് തരട്ടെ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആ സൗലിനെ ഒന്ന് നോക്കിയേ. പുതിയ നിയമത്തിൻ്റെ സൗൽ സഭയെ പീഡിപ്പിച്ചോണ്ട് നടന്നവനാ. പക്ഷെ ദൈവം തന്നെ പ്രത്യക്ഷമായപ്പോൾ ആ പൗലോസിനെ ഒന്ന് നോക്കിയേ. ഹല്ലേലൂയ. എനിക്ക് അവനെ കൂടുതലായി അറിയണം. യഹൂദന്മാർ മാത്രമല്ല,
ജാതികളും അവനെ കുറിച്ച് അറിയണം. ഹല്ലേലൂയ. എന്നെ നിങ്ങൾ എത്ര ഉപദ്രവിച്ചാലും, പട്ടണത്തിന്റെ വെളിയിൽ കൊണ്ടുപോയി ചപ്പിന്റെ ഇടയ്ക്ക് എറിഞ്ഞാലും ഞാൻ പിന്നെയും എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. ഇത് ആരാണ്ട് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞുകൊണ്ടല്ല, അകത്തൊരു കത്തലുണ്ട്. അതാ ഒരു വിശ്വാസിയുടെ അകത്തുള്ള കത്തൽ. നീ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വെളിച്ചം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ ഇരുന്നുകൊണ്ട് മക്കളുടെ കുറിച്ച് ഭാരപ്പെടത്തില്ല. എൻ്റെ അറിയുന്നവരെല്ലാവരും ഈ സത്യം അറിയണം. നമ്മുടെ സൃഷ്ടിതാവ് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇത്ര വചനം ഇത്ര വർഷങ്ങളായി കേട്ടിട്ടും മറ്റവരെ കുറിച്ച്, ആ നശിക്കുന്നവരെ കുറിച്ചുള്ള ഭാരം എന്താ അകത്തുണ്ടാകാത്ത? ഹല്ലേലൂയ. പൗലോസിനെ പറയുന്നത് ബലപ്പെടുത്താൻ ഒരു സംഘടനയും ഇല്ല. അവനെ പാസ്റ്റർ ആക്കിയിട്ടല്ല അവൻ പ്രവർത്തനം തുടങ്ങിയത്. പാസ്റ്റർ ആകാൻ അല്ലായിരുന്നു. ഈ സത്യം മറ്റവർ അറിയണം. വിശ്രമമില്ലാതെ ഓടുക. ഹല്ലേലൂയ. നമ്മളോ ഈ സത്യം വെളിപ്പെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമ്മൾ ഇവിടെ ആയിരിക്കുന്ന നമ്മളിൽ നിന്ന് എത്ര പേര് ഇവിടെ നിന്ന് ഇറങ്ങി ഈ വചനം എടുത്ത് മറ്റു രാജ്യങ്ങളിൽ പോകേണ്ടിയവരാ? ജോലി തപ്പിയല്ല. ഈ വചനം എടുത്ത മറ്റേ രാജ്യങ്ങളിൽ നമ്മൾ പോകേണ്ടിയത്. ദൈവം ഒരു പദ്ധതി വെച്ച തോമസിനെ കേരളത്തിൽ അയച്ചത്. ഹല്ലേലൂയ. നമ്മുടെ ഇടയ്ക്കൊന്ന് വേണം ഇനി മിഷണറിമാർ ഇവിടെ നിന്ന് ഇറങ്ങാൻ. അമേരിക്ക മാത്രമല്ല, ലോകം മുഴുവൻ പോകാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഇന്ന് നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ, കർത്താവേ നിന്റെ വേലയ്ക്കായി എന്നെ തന്നെ സമർപ്പിക്കുക? പൈസ ഉണ്ടാക്കാനല്ല കർത്താവേ, അറിഞ്ഞ സത്യം. എനിക്ക് പഠിത്തമല്ല വിഷയം. ഇന്ന് എത്ര അപ്പനമ്മമാർ കാണും, കർത്താവേ എൻ്റെ മോൻ എഞ്ചിനീയറോ ഡോക്ടറോ അല്ല, നിന്റെ ഒരു ദാസനാക്കി തീർക്കണമേ. ഹല്ലേലൂയ. കർത്താവിന്റെ വേല ചെയ്യുന്നത് ഇത് എത്ര വലിയൊരു ഭാഗ്യമാണ്. ഇതൊരു ജോലിയല്ല, ഇതൊരു വിളിയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊരു വിളിയാ. പട്ടിണിയാണെങ്കിലും സാരമില്ലെന്നേ, പിതാവ് തരുന്നത് മതി. പക്ഷെ ഈ സത്യം മറ്റവർ അറിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എൻ്റെ കല്യാണം നടന്നോ ഇല്ലയോ അതൊരു വിഷയമല്ല. ദൈവം എനിക്ക് ഒരു ഐസ് തന്നു. ഹല്ലേലൂയ. ഒരു ഐസ് ജീവിക്കുവാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. ദൈവം നമുക്ക് ജോലി തന്നേക്കുന്ന പൈസ ഉണ്ടാക്കാനല്ല, ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വെളിച്ചമായി തീരുവാനാ. ദൈവവേല സഹായിക്കാനല്ല. ദൈവത്തിന്റെ വേലയ്ക്ക് ആരുടെയും സഹായം വേണ്ട. ദൈവം തന്നെ ദൈവത്തിന്റെ പ്രവർത്തനം ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ആരെയും പ്രോത്സാഹിപ്പിച്ച് വേലയ്ക്ക് ഇറക്കാൻ കഴിയത്തില്ല. ദൈവ വിളിയുള്ളവൻ ഇറങ്ങും.
ഹല്ലേലൂയ. പത്രോസിന്റെ അകത്തുള്ള കത്തൽ പൗലോസിന്റെ അകത്തും. ലോകം മുഴുവൻ ഇന്ന് എത്ര മിഷണറിമാരാ സ്വന്തം സുഖങ്ങളെ കളഞ്ഞിട്ട് ഈ വചനം എടുത്തുകൊണ്ട് പോയേക്കുന്നത്. അവർക്ക് ജീവിക്കാൻ മാർഗമല്ല ഇല്ലാത്തതുകൊണ്ടല്ല, ഈ കത്തലായിരുന്നു. വില്യം കാരി ഇന്ത്യയിൽ വന്നത്, അഡോണിറാം ജഡ്സൺ ബർമ പോയത്, ഹഡ്സൺ ടേലർ ചൈന, ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്ക, ഡേവിഡ് ബ്രെയ്നാർഡ് അമേരിക്കയിൽ, ജിം മേലിയറ്റ് സൗത്ത് അമേരിക്കയിൽ. ഇന്ന് എത്ര പേർ കൊറിയയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും വന്ന് കിടക്കുക. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമ്മുടെ ഈ തൃശ്ശൂർ പ്രദേശത്ത് നിന്ന് വേണം മിഷണറിമാർ മറ്റ് രാജ്യങ്ങളിൽ പോകാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ വിശ്വസ്തരായി നടന്നാൽ അവൻ വിശ്വസ്തൻ. ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. Hallelujah. Thank you, Jesus. Thank you, Jesus. ഇന്ന് മുസ്ലിം ലോകത്തിൽ തന്നെ ദൈവം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അവരെ ആരും കൺവിൻസ് ചെയ്തിട്ടല്ല, ഈ വെളിച്ചം അവിടെയും പ്രകാശിക്കുന്നുണ്ട്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. കർത്താവേ, തന്ന ഈ ഭാഗ്യത്തിനായി സ്തോത്രം. സ്തോത്രം. നീ അല്ലാതെ വേറെ ആരുമില്ല. താങ്ക് യു ജീസസ്. ഈ പ്രകാശനം തന്നേനായി സ്തോത്രം. എല്ലാ മാനമോത്വം നിനക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.